ഗം ഗണപതിയേ യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത നമസ്തസ്യൈ 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 നമോ നമ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. ഡേറ്റും സമയവും കൃത്യമായി ഉള്ളവർ മാത്രം പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതാണ്. അതില്ലെങ്കിൽ ഒന്നും തന്നെ പറഞ്ഞു തരാൻ സാധിക്കില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ഇപ്പോൾ എല്ലാവർക്കും എന്നെ വന്ന് കാണാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ പിന്നീട് എന്നോട് ഓൺലൈനിൽ ചോദിച്ചിട്ട് അവരവരുടെ സംശയ ദൂരീകരണം, ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നു. ഏതായാലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഫോണിലൂടെ അറിയണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ടെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ വിളിച്ച് കിട്ടാത്തവർ ഭയപ്പെടേണ്ടതില്ല, അല്ല സങ്കടപ്പെടേണ്ടതില്ല. അവർക്ക് ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്. കുറച്ച് കാശ് മുടക്കണമെന്നേ ഉള്ളൂ, ചെറിയ കാശേ ഉള്ളൂ, വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ വിളിച്ച് കിട്ടാത്തവർ സങ്കടപ്പെടേണ്ട. ഇങ്ങനൊരു സൗകര്യമുണ്ട്. നൂറുകണക്കിന് ആളാണ് ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത്. ഏതായാലും നിങ്ങൾ അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു കോളുണ്ട്. ഹലോ ഹലോ. അവിടെ എന്താ ഫോണിൻ്റെ എന്തോ ശബ്ദം, ടി വിയുടെ ശബ്ദം കുറക്കും. ഹലോ ഹലോ, പറയൂ, ഡേറ്റ് പറയൂ. 1953 ആഗസ്റ്റ് 13 പകൽ 11:30. എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂര്. ആരുടേതാണ്? ഏട്ടന്റെ മോൻ്റെതാണ്. ഏത് വിഷയമാണ് അറിയേണ്ട, പറയൂ. കല്യാണം. അതെ, 37 വയസ്സായി. ഇത് ഇപ്പം ഇങ്ങനെ ഇവിടെ ഓരോ പരിപാടിയിലും 4ഉം 5ഉം ആൾക്കാരാണ്, 35 കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നത്. കല്യാണമായില്ല. നമ്മളെ കണ്ണൂർ ജില്ലക്ക് എന്തോ കാര്യമായ കുഴപ്പം വന്നിട്ടുണ്ട്. ആണുങ്ങൾക്ക് പെണ്ണിനെ കിട്ടുന്നില്ല. എന്താണ് സംഭവം എന്നറിയില്ല. യോഗം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട്. കല്യാണമുണ്ട്. അത് കല്യാണം നടക്കാതില്ല. കാരണം ശുക്രന് ഇഷ്ടഭാവസ്ഥിതിയുണ്ട്, 7ാം ഭാവാധിപൻ കേന്ദ്രത്തിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ കല്യാണ സംബന്ധമായിട്ട് എന്തായാലും അതൊക്കെ. പിന്നെ കാലതാമസത്തിന് നല്ല യോഗമുള്ള ജാതകം തന്നെയാണ്. പക്ഷെ ഇനിയും കാലതാമസം വന്നാൽ പിന്നെ അതൊരു വല്ലാത്തൊരു താമസിക്കലായി പോവല്ലോ. ജാതകം പിന്നെ വ്യാഴം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. വ്യാഴത്തിൽ രാഹുവിന്റെ അപഹാരമാണ് ഇപ്പൊ നടക്കുന്നത്. 22 3-ാം മാസം വരെ ഉണ്ടത്. 2000 ഇനിയും 2 കൊല്ലത്തോളം രാഹുവിന്റെ അപഹാരമാണ്. എങ്ങനെ ഒരു വണ്ടി ഇവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടോ? അത് ഇവന് പറ്റുമോ? വണ്ടിയോ? വണ്ടിക്ക് ഇവിടെ പിന്നെ എന്താ 4-ാം ഭാവാധിപൻ ഉച്ചസ്ഥിതിയുള്ള ജാതകമാണ്. വണ്ടി ചേരാത്ത ആളല്ല ഇയാള്. വണ്ടി ഇയാൾക്ക് പറ്റും. ലോറിയാണ് എടുത്തിട്ടുള്ളത്. ലോറി. ഓക്കെ, ഒന്നും നോക്കാണ്ട എടുത്ത് ചേർന്ന് പോയതാണ്. ആവട്ടെ, അതിനെ കൊണ്ട് പോകട്ടെ. അതിനെന്താ പ്രശ്നം? അതല്ല, അത് അറിയണ കാര്യമായിട്ട് അതാണ്. അല്ല, അതിൽ വലിയ വിഷമൊന്നും ഞാൻ കാണുന്നില്ല. വ്യാഴദശയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇനി ഇയാൾക്ക് സത്യം പറഞ്ഞാൽ ഇയാൾക്ക് ഏറ്റവും നല്ല കാലം വരുന്നത് ശനിദശയിലാണ്. ശനിയിൽ പ്രത്യേകിച്ച് ഇരുമ്പ് സംബന്ധമായ പണിയെടുക്കുമ്പോൾ വളരെ ഗുണം വരുമെന്നാണ്. വണ്ടി നിറച്ച് ഇരുമ്പല്ലേ. ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ അല്ലെങ്കിൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ എണ്ണ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ശനിദശയിൽ ശരിയാവുമെന്നാണ്. സാറിനോട് ചോദിക്കേണ്ടിട്ട് കാത്ത് കഴിഞ്ഞ ആഴ്ച കിട്ടിയിട്ടില്ല. ആവട്ടെ, ശരി, അതിന് കുഴപ്പമില്ല. ഏതായാലും അതിന് ഇയാള് മുമ്പോട്ട് പോകട്ടെ. അതിനൊന്നും വിഷമം വരില്ല. ശനിദശയിൽ ഇയാൾക്ക് സാമ്പത്തികമായി മുന്നേറ്റം വരാനും സാധ്യതയുണ്ട്. കല്യാണത്തിന് പക്ഷേ ഇനി വൈകുന്തോറും മോശമാണ്. ശനി ഈ രാഹുവിൽ തന്നെയാണ് കല്യാണം വേണ്ടത്. കല്യാണം കഴിക്കണം. 2 വർഷം. ഈ 2 വർഷം രാഹു കല്യാണത്തിന് ഏറ്റവും അനുകൂലമാണല്ലോ.
പിന്നെ വീടൊന്നും ഒരു പൂർത്തിയാകുന്നില്ല. അല്ല, അതൊക്കെ ശനിദശയിലും മതി. ഇപ്പം തൽക്കാലം കല്യാണം നടക്കട്ടെ. അതിന് പക്ഷെ കുറച്ച് പരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അത് ഇയാളോട് പറഞ്ഞിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഇയാളെ പറഞ്ഞു വിടും. ഓക്കെ, ശരി ശരി ശരി. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഓരോ പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ഈ കാലദോഷമുള്ളവർക്കാണ് ദുരന്തങ്ങൾ കൂടുതലായിട്ട് വരിക എന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. എല്ലാ വ്യക്തികൾക്കും ഒരേപോലെയല്ല സമയത്തിൻ്റെ മാറ്റങ്ങൾ. ഇപ്പോൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു ഒരാൾ ദുബായിൽ. അപ്പോൾ അയാൾ അഷ്ടമാധിപനായ ശനിയുടെ സ്വാപഹാരം നടക്കുകയാണ്. അയാൾ കൊറോണയിൽ വലഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ COVID-19 അത്യാസന്ന നിലയാണ്. ചെറുപ്പക്കാരനാണ്. പക്ഷേ അഷ്ടമാധിപനായ ശനിയുടെ തുടക്കമാണ് അയാൾക്ക്. അതുകൊണ്ട് തന്നെ അത് മാരകമായിട്ട് തീർന്നു അയാളെ ബാധിച്ചിരിക്കുന്നു. ഇതാണ് ഇത് നോക്കണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള. അതേസമയം തന്നെ ഇതിനു മുമ്പേ പിന്നെ അവരൊക്കെ എൻ്റെ സ്വന്തക്കാരായിരുന്നു. ഇയാളെൻ്റെ സ്വന്തം ആളല്ല. ഇയാൾ വെറുതെ ഒരു പാർട്ടി എന്നുള്ള രൂപത്തിൽ ഫലം അറിയാൻ വേണ്ടി മാത്രം വിളിച്ചവനാണ്. എൻ്റെ കുറേ സ്വന്തക്കാർ ഇതിനു മുമ്പേ അവർക്കെല്ലാം വന്നു പോയി. അപ്പോൾ അവരൊക്കെ ആർക്കും മാരകമായ രൂപത്തിലേക്ക് അത് മാറിയില്ല. ഈ കോവിഡിന് ഒരു 2-3 തരം പ്രവർത്തനമുണ്ട്. ഈ വളരെ മോശമായ സ്റ്റേജിലേക്ക് എത്തുന്നവരെയാണ് ഈ വെന്റിലേറ്ററിലൊക്കെ കയറ്റേണ്ടി വരുന്നതും അവരിൽ ചിലരാണ് ഈ മരിച്ചു പോകുന്നതൊക്കെ. കാരണം 2% ആളുകൾ മാത്രമേ മരിക്കുന്നുള്ളൂ. 2 മാക്സിമം പോയാൽ 3. അതാണ് അതിന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ അത് ഈ 3% മിക്കവാറും എന്തെങ്കിലും വേറെ രോഗങ്ങളുള്ളവരോ അല്ലെ കാലദോഷമുള്ളവരോ ആയിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം അങ്ങനെയാണ്. അതിലേക്ക് ഞാൻ വരാം. ഒരു കോളുണ്ട്. ഹലോ 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 എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, കോള് കട്ടായിരുന്നു. അപ്പോൾ ഹലോ, എന്താണ് ഒരു ക്ലിയർ ഇല്ലല്ലോ. ഹലോ ഹലോ പറയൂ, എവിടുന്നാണ് വിളിക്കുന്നത്? എവിടെ? ചെറുകുന്നാ? എന്തോ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പമുണ്ട്. എന്തോ അവിടെ നിങ്ങളുടെ ഫോണിൻ്റെ ആണോ അതോ? പറയൂ, ഡേറ്റ് പറയൂ. 27/2/1989. 27/2/1989. 12/15. ഹലോ ഹലോ 12:15 AM. നക്ഷത്രം പിന്നെ വിശാഖം. ആരുടേതാണ്? അനിയനോ? എന്താണ് അറിയേണ്ട കാര്യം? പറയൂ. കല്യാണത്തിന്റെ കാര്യം. എല്ലാം ഇത് ഇപ്പൊ ഒരാളെ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. 34-36 വയസ്സായി. ഇതിപ്പോ 31 വയസ്സേ ആയിട്ടുള്ളൂ. സമാധാനമുണ്ട്. അപ്പോൾ ഇപ്പം ഇയാളുടെ ശനിദശയിൽ ഇപ്പം വ്യാഴത്തിന്റെ അപഹാരമാണ്. കല്യാണത്തിന് ഏറ്റവും അനുകൂലം വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. കാമസ്ഥ കാമാധിപ ഭാർഗവൻ അവരൊക്കെ, അതായത് 7 നിൽക്കുന്നവൻ 7ാം ഭാവാധിപൻ ശുക്രൻ, ഇവരൊക്കെ കല്യാണത്തിൻ്റെ ആശാന്മാരായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 7 നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അപഹാരമാണ്. അപ്പോൾ ആ 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ അപഹാരം ഈ 4ാം മാസം മുതലാണ് തുടങ്ങിയത്, ഏപ്രിൽ മുതൽ. അപ്പോൾ അത് ഏതാണ്ട് 2 കൊല്ലവും ചില്ലറ മാസവും കൂടി ബാക്കിയുണ്ട്. 2022 10ാം മാസം വരെയുണ്ട്. അപ്പോൾ അതിനുള്ളിൽ, അതായത് ഇനിയും 2 കൊല്ലം 3 മാസം, ആ 2 കൊല്ലം 3 മാസത്തിനുള്ളിൽ കല്യാണം നടന്നിരിക്കണം. അതല്ലെങ്കിൽ കുറച്ച് വിഷമമാണ്. ജാതകത്തിൽ സാമ്പത്തികമായിട്ട് കയ്യിൽ വരുന്നത് നിൽക്കില്ല എന്നൊരു ഫലമുണ്ട്. അതൊരു പ്രത്യേക ദോഷമുള്ള ഫലമാണ്. അത് ഇയാൾ ശ്രദ്ധിക്കണം എന്ന് പറയണം.
ഇയാൾക്ക് കാശ് ബാക്കി നിൽക്കില്ല എന്നുള്ള ഫലമാണ്. അതെ അതെ. അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കാൻ പറയുക. അതിനുള്ള ഈ പിന്നെന്താ ചില പ്രത്യേക മന്ത്രങ്ങളൊക്കെ അത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് മാറ്റമുണ്ടാവും. അപ്പോൾ ഈ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവൻ്റെ ജാതകമാണിത്. കാര്യങ്ങൾ നടക്കും, അതിന് വിഷമില്ല. പക്ഷെ അടുത്ത പടിയിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഒക്കെ തടസ്സമുണ്ടാവും. അത് ഈ ജാതകത്തിൻ്റെ ഒരു കുഴപ്പമായിട്ട് കാണുന്നുണ്ട്. എങ്ങനെ പ്രതിവിധി അതാണ് പറഞ്ഞത്. അതിനൊക്കെ പ്രതിവിധിയുണ്ട്. അതൊക്കെ നേരിട്ട് വരുന്നവർക്ക് ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരൊക്കെ രക്ഷപ്പെടുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ആദ്യം ഇയാൾക്ക് വിശ്വാസമുണ്ടോന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൂട്ടി വരൂ. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി വന്നാൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കൂ. അതിനുള്ള എങ്ങനെ അതെ അതെ, ഇവിടെ കാണുന്ന നമ്പർ തന്നെ. എന്നെ നേരിട്ട് വിളിക്കുന്ന നമ്പർ ഈ നമ്പറല്ല, വേറെ നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, അത് ആ നമ്പർ. ഇതിന്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ, ആ നമ്പറിൽ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും കൂടുതലായിട്ട് അഷ്ടമാധിപൻ മരിപ്പിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. മരിപ്പിക്കാൻ മിടുക്കനാണ് അഷ്ടമാധിപൻ, ആളെ കൊന്നുകളയും. അതുകൊണ്ടാണ് ജ്യോതിഷം നോക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെയാണ് പറയുന്നത്, ജ്യോതിഷം മരിപ്പിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രം നോക്കാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കാലത്തിൻ്റെ അല്ലെങ്കിൽ കാലദോഷം എത്രമാത്രം ശക്തമായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കാലം അനുകൂലമാണെങ്കിൽ ഇതൊന്നും തന്നെ വ്യക്തികളെ ബാധിക്കില്ല. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരന് 24 വയസ്സാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ശരിക്കും ലോട്ടറി വരെ അടിക്കുന്ന സമയമാണ്. അത്രമാത്രം സൂപ്പറാണ് ആ ചെറുപ്പക്കാരൻ്റെ സമയം. ബലവാനായ ബുധൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്നു. ജാതകത്തിലാണെങ്കിൽ ഒരുപാട് നല്ല നല്ല യോഗങ്ങൾ. നക്ഷത്രമാണെങ്കിൽ ഉത്രട്ടാതി, അത് അവർക്ക് 11ാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും അനുകൂലം. ഞാൻ പറഞ്ഞു, ധൈര്യസമേതം തന്നെ ഫലം പറഞ്ഞു ഫോണിലൂടെ. ഞാൻ പറഞ്ഞു, ശമ്പള വർധനമാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞു. അത്ഭുതം പോലെ അയാൾ സമ്മതിക്കുകയാണ്. ഹൈക്ക് എന്നാണ് ഇവർ പറയുക. ഹൈക്ക് കിട്ടി, ഡബിൾ പ്രൊമോഷനും കിട്ടി. ഈ കോവിഡ് കാലത്ത് എനിക്ക് മാത്രമേ എൻ്റെ കമ്പനിയിൽ അത് കിട്ടിയുള്ളൂ എന്ന്. സെയിൽസിലാണ് ആൾ. അപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ, കോവിഡിന് മുമ്പ് അയാളുടെ ശമ്പളം 27,000 ഇപ്പോൾ 48,000 വർദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ എല്ലാ ചെറുപ്പക്കാരും, വിളിക്കുന്ന ചെറുപ്പക്കാർ മുഴുവൻ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ചെറുപ്പക്കാരെന്ന് മാത്രം പറയാം, അപ്പോൾ ചെറുപ്പക്കാരികൾ, ഈ ആയിരക്കണക്കിന് ചെറുപ്പക്കാരികളും എന്നെ വിളിക്കുമ്പോൾ അവരൊക്കെ സങ്കടം പറയുമ്പോൾ ഇയാൾ മാത്രം എന്താണ് ഇങ്ങനെ അത്ഭുതം പോലെ. അപ്പോൾ അതാണ് ജ്യോതിഷം. അതൊന്നും അയാളെ ബാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഒന്നും നോക്കണ്ട, പിന്നെ ഇറങ്ങി നടന്ന ഒരു കോവിഡും പിടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നല്ലോണം മാസ്കും കെട്ടി നടന്നോ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് വെടിവെച്ചാലും കൊള്ളില്ല, പിന്നെ പോയിന്റ് ബ്ലാങ്കിൽ വെച്ചാൽ കൊള്ളില്ല എന്ന് പറയുന്ന ചില ടൈമുണ്ട്. എന്നാൽ വെറുതെ വഴുതി വീണ് ചത്തുപോകുക എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള സമയവും ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ 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 ഹലോ, കേൾക്കുന്നില്ലേ? ഇല്ല, കേൾക്കുന്നില്ല. ഹലോ, എന്താണ്? ഹലോ, ഞാൻ പറയുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ടോ? വിളിക്കുന്നത് ചെറുപുഴയിൽ നിന്നാണ്. ശരി, പറയൂ, ഡേറ്റ് പറയൂ. 13/3/1967. 13/3/1967. ഓക്കെ. സമയം
സമയം കൃത്യമായിട്ട് പറയണമെങ്കിൽ അറിയില്ലല്ലോ. കൃത്യമായിട്ടുണ്ടെങ്കിലേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഞാൻ അതിലെ തുടക്കം തന്നെ പറഞ്ഞത്, സമയം കൃത്യമായിട്ടില്ലാത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ സമയം അന്വേഷിച്ചിട്ട് മാത്രമേ എന്നെ വിളിക്കാൻ പാടുള്ളൂ. നിങ്ങളെ നക്ഷത്ര ഉത്രട്ടാതിയാണ്, അന്വേഷിച്ചിട്ട് വിളിക്കൂ കേട്ടോ, സമയം വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സമയമുള്ളവർ മാത്രം പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. വേറൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് അഞ്ചരക്കണ്ടിന്ന്. അഞ്ചരക്കണ്ടി, പറയൂ, ഡേറ്റ് പറയൂ. 20/6/89. ഹലോ, 20/6/89. ഓക്കെ, 7:20 PM. ഏഴ് 20 PM. ഓക്കെ, മകന്റെതാണ്. ഓക്കെ, എന്താണ് മകനെ കൊണ്ട്? കല്യാണത്തിനെ പറ്റി അറിയാൻ. അതിന് പറയേണ്ട, ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പിന്നെ ഉറപ്പായിട്ടും കല്യാണത്തിന് തടസ്സമുള്ള ജാതകം തന്നെയാണ്. അതിപ്പോൾ 7ാം ഭാവത്തിൽ ശുക്രൻ മൗഢ്യത്തോടു കൂടി നിൽക്കുന്നു. കാരകഗ്രഹമായ ശുക്രൻ കാരകഭാവത്തിൽ നിൽക്കുന്നത് കല്യാണ സംബന്ധമായിട്ട് ദോഷമാണ്. അല്ലേ പിന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കണം. അങ്ങനെ നിലവിൽ പ്രേമൊന്നുമില്ലല്ലോ. ഇല്ല, പ്രേമൊന്നും. ഇനിയിപ്പം ഈ വയസ്സാം കാലത്ത് പ്രേമിക്കുന്ന കാര്യം അല്ല, വയസ്സുകാലൊന്നും ഇല്ല, 31 വയസ്സാണ്. വയസ്സല്ല നമ്മളെ പോലത്തെ ആക്കാണ് അല്ല, എന്നാലും പറയാ. അല്ല, കൊറേ വർഷമായി കല്യാണത്തിനെ പറ്റി ആലോചിക്കുന്നത്, 3-4 വർഷമായി. അതന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കൃത്യമായ ദോഷമുള്ള ജാതകമാണ്. ലഗ്നത്തിൽ ശനി നിൽക്കുന്നു, 7ാം ഭാവത്തിൽ സൂര്യനും ശുക്രനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്നു. ഇത് രണ്ട് കല്യാണം കഴിഞ്ഞാലും മാത്രമല്ല, കല്യാണം കഴിഞ്ഞാൽ ഡൈവേഴ്സ് ആകാനും വളരെ യോഗമുള്ള ജാതകമാണ്. 7ാം ഭാവാധിപൻ പിന്നെ മറഞ്ഞു നിൽക്കുന്നു 6ാം ഭാവത്തിൽ. അത് പിന്നെ ഭാര്യ ശത്രുവായി മാറുമെന്നുള്ള ഫലമാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ, അഷ്ടമത്തിലാണെങ്കിൽ ചൊവ്വയും നിൽക്കുന്നു. ആ ചൊവ്വേനെ കൊണ്ട് വലിയ ദോഷം പറയാനില്ല, എങ്കിൽ കൂടിയും അഷ്ടമത്തിൽ ചൊവ്വയും നിൽക്കുന്നു. ആ ചൊവ്വ മറ്റു ചില ദോഷങ്ങൾ ഉണ്ടായി കളിയും. അത് അതുകൊണ്ട് കല്യാണം നടക്കണ്ടെങ്കിൽ ഇത് കുറച്ച് പ്രയാസമുള്ള ജാതകം തന്നെയല്ലേ. ഇത് കൃത്യമായ വിധിപ്രകാരമുള്ള പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് അനുഭവം ഉണ്ടല്ലോ. എന്താണ് നിങ്ങളെ മോന് നിങ്ങളെ മകനാണോ? നിങ്ങളെ മകനായിട്ട് നിങ്ങളെ മകൻ ഒരു മോശവുമില്ല, ബാക്കി എല്ലാ കാര്യവും വളരെ ഓക്കെയാണ്. സാമ്പത്തികമായിട്ടാവട്ടെ അല്ലെങ്കിൽ കാഴ്ചയിലാവട്ടെ എല്ലാം വളരെ നല്ല യോഗ്യനായ മനുഷ്യനാണ്. എന്നിട്ട് എന്താണ് ഫലം? അതന്നെ അതെവിടെയോ ആവട്ടെ, എങ്ങനെയായാലും ആ ഫലം ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, പണമുണ്ട്, ജോലിയുണ്ട്, സൗന്ദര്യമുണ്ട്. ഇന്ന് വരെ അങ്ങനെ ഒരു പിന്നെ മോശമായ എന്താണ് പറയുക, നമ്മളൊരു ഇന്നത്തെ കാലത്ത് മോശം എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങനെ ജയിലിലായി പോവുകയോ അല്ലെങ്കിൽ കേസിൽ കുടുങ്ങുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതൊക്കെ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്നിട്ട് എന്താണ് നിങ്ങളുടെ മകന് പെണ്ണ് കിട്ടാത്തത്? അത് നിങ്ങൾ ആലോചിക്കൂ. ഈ ജാതകത്തിൽ 90% വരെ ദോഷമാണ് വിവാഹ സംബന്ധമായിട്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരം വ്യക്തികൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് നടന്നു കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. മാത്രമല്ല, വിവാഹത്തിന് ശേഷവും സന്തുഷ്ടമായ ദാമ്പത്യമായിരിക്കില്ല എന്നൊരു വിധിയും കൂടിയുണ്ട്. 6ാം ഭാവാധിപൻ 7ലും 7ാം ഭാവാധിപൻ 6ലും. പരിഹാരങ്ങളും അതിനാണല്ലോ ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ചത് തന്നെ. അതുകൊണ്ട് അത് നിങ്ങൾ നേരിട്ട് വന്നാൽ നമുക്ക് നോക്കാം. ഓരോ ആൾക്കാർക്ക് ഓരോ അവതാര ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ഓം വരാതെ ഒരു രക്ഷയില്ല. ഓം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വന്ന് കാണും. ഏതായാലും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സമയത്തിൻ്റെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ മകൻ ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വലിയ കഴിഞ്ഞ പ്രാവശ്യം ഒരു നിശ്ചയം കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയതാണ്. അതാ ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇവിടെ ഉള്ളത്, അത് ജാതകപ്രകാരമുള്ള ദോഷങ്ങളാണത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ 2 കല്യാണ യോഗം അങ്ങനെ നിശ്ചയം കഴിഞ്ഞ് മുടങ്ങിയെങ്കിൽ ഒരു പരിധിവരെ അതിനകത്ത് കുറേയെല്ലാം ഒഴിഞ്ഞു കിട്ടുമെന്ന് വിചാരിക്കാം. ആ 2 കല്യാണം എന്നുള്ള ഇങ്ങനെയും ഒഴിഞ്ഞു കിട്ടാറുണ്ട് ചിലർക്ക്. ഏതായാലും കല്യാണം കഴിഞ്ഞാൽ അതിലേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇപ്പം പിന്നെ എന്താ പറയുക, ഇയാൾക്ക് രാഹുദശ വരുമ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്ന സർപ്പമാണ്, വളരെ നല്ല സർപ്പമാണ്. ആ സർപ്പത്തിൽ ഇയാളുടെ മറ്റു കാര്യത്തിലൊക്കെ വലിയ ഉയർച്ചയുണ്ടാവും, അത് സംശയമില്ല.
സാമ്പത്തികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങ് ആയതുകൊണ്ട് ടെൻഷനും ഉണ്ട് എനിക്ക്. അല്ല, അത് പിന്നെ ഇപ്പോൾ ഏതമ്മക്കായാലും ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പം അങ്ങനെ വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട. അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലാതെ വേറെ എന്താണ്. പിന്നെ അയാളോടും കുറച്ച് അവിടെ ഇരുന്ന് മന്ത്രമൊക്കെ ജപിക്കാൻ പറയൂ. ഇത്തരം സമയങ്ങളിൽ അവിടെയൊക്കെ ഉള്ളവർക്ക്, വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ വേറെ എന്താണ് വഴി? അല്ല, ഇവിടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ക്ഷേത്രങ്ങളൊന്നും തുറന്നു വെക്കുന്നില്ല. പിന്നെ മന്ത്രജപമാണ്. മനനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് മന്ത്രമെന്നാണ്. ആരാണോ അത് മന്ത്രം ജപിക്കുന്നത് അവരെ ത്രാണനം ചെയ്യും, അവർ രക്ഷിക്കും. ത്രാണനം എന്ന് പറഞ്ഞാൽ രക്ഷ. ആ രക്ഷിക്കുന്നതാണ് മന്ത്രം. അത് അതിൻ്റെ വിധിപ്രകാരമുള്ള മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട്. അതിൻ്റെ ശരിയായ രൂപത്തിൽ ജപിച്ചാൽ അതിനൊക്കെ കൃത്യമായ അനുഭവങ്ങൾ കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തവർ വിഡ്ഢികളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് മനസ്സിലാക്കാത്ത കൊണ്ടാണ് അതിനെ വിമർശിക്കുന്നതൊക്കെ. നേരിട്ട് മനസ്സിലാക്കാൻ എല്ലാവർക്കുമുള്ള യോഗമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയവനായതുകൊണ്ട് ഞാൻ തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മകനോട് ഈ സമയത്ത് കുറച്ച് മന്ത്രമൊക്കെ ജപിക്കാൻ പറയൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഈ ദോഷങ്ങൾ കൂടുതലായിട്ടുള്ളവർക്ക് ഇത്തരത്തിൽ ഏത് ചെറിയ കേസും മാരകമാകാം. ഇപ്പം എന്താണ്, ഇപ്പോൾ 1,60,00,000 ആൾക്കാർക്കാണ് പിന്നെ ഇത് ബാധിച്ചിട്ടുള്ളത്, കോവിഡ്. ലോകത്തിൽ തന്നെ ഉള്ള കണക്കാണല്ലോ. അതേസമയം 7 ലക്ഷത്തിൽ ചുവടെ ആളുകൾ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ശതമാനം മാത്രമല്ലേ മരിക്കുന്നുള്ളൂ. എല്ലാവരും അങ്ങ് തട്ടിപ്പോകുന്നില്ലല്ലോ. അവിടെയാണ് ഇപ്പോൾ എന്ന് ചോദിക്കും, നിങ്ങളെ പിന്നെ പണിക്ക് പ്രൊമോഷൻ കിട്ടേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യേണ്ടിയിട്ടുള്ള വർത്തമാനമല്ലേ എന്ന്. അങ്ങനെ കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ ഞാൻ എൻ്റെ ജോലിയെ കൊണ്ട് ഞാൻ മോശമാക്കി പറയണം? അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് പറയുന്നത് കൊണ്ടാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തിന് അങ്ങനെ കാണുന്നവരുണ്ടാവാം. അത് അയാൾക്ക് നല്ല ആളെ കിട്ടണം, അതിന് അയാൾ ജ്യോതിഷം നോക്കണം അയാളിങ്ങനെ പറയുന്നതല്ലേ എന്ന് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവില്ലേ. ഈ ദുഷ്ചിത്തം സഹജം എന്ന് ജ്യോതിഷത്ത് പറയുന്നുണ്ട്. ദുഷ്ചിത്തം അതായത് ഒരു മനുഷ്യന് ചിത്തം ദുഷിപ്പാണെങ്കിൽ അത് ജന്മനാ സഹജമായി കിട്ടുന്നതാണ്. അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. മരിക്കുമ്പോഴേ തീരുള്ളൂ ആ ദോഷം. ഒരു നിവൃത്തിയില്ല. കുറേ മന്ത്രജപക്കെല്ലാം ജപിച്ചാൽ കുറച്ച് കുറഞ്ഞു കിട്ടുന്നു മാത്രം. അവരെ നന്നാക്കാൻ നോക്കരുതെന്നും പറയുന്നുണ്ട്. ദുശ്ചിത്തം സഹജം, അത് സഹജമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് വന്നു ചേരുന്നതല്ല അത്. ഇപ്പം ദ്രോഹബുദ്ധി, ദുഷ്ടത, അതൊക്കെയാണല്ലോ ദുഷ്ട മനസ്സിൻ്റെ പ്രതിഫലനങ്ങളായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ. അതൊക്കെയാണ് ഇതൊക്കെ കാണിക്കുന്ന മനുഷ്യൻ കുട്ടിക്കാലം മുതലേ കാണിക്കും. വെറുതെ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെയുള്ള പയ്യൻ പിന്നെ കല്ലെടുത്തെറിയൊക്കെ ചെയ്യും. അത് അവൻ മരിക്കുന്നവരെ അത് തന്നെയായിരിക്കും അവൻ്റെ പണി. അതിൻ്റെ മൂർധന്യം കൂടിക്കഴിഞ്ഞാൽ പൂച്ചക്കുട്ടിയെ പെട്രോൾ വെച്ച് കത്തിക്കുന്ന കണ്ടില്ലേ? പൂച്ചക്കുട്ടിയുടെ മേലെ പെട്രോൾ ഒഴിക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് തീപ്പെട്ടിക്കൊള്ളി വരച്ചിടുക. അത് ഇരുട്ടത്തിങ്ങനെ ഓടുന്നത് കണ്ട് രസിക്കുക. എന്തൊരു മാനസികാവസ്ഥയാണെന്ന് നോക്കൂ. അത് എത്രമാത്രം ആ ദുഷ്ടതയുടെ അളവ് അങ്ങോട്ട് ഏത് ലെവലിലേക്ക് എത്തി എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഈ പറയുന്ന കൊറോണ അല്ലെങ്കിൽ വൈറസൊക്കെ വന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. മനുഷ്യന്മാർ വെറും ദുഷ്ടന്മാരായി മാറുകയാണ്. ആ രംഗം കണ്ട് ഞാൻ കരഞ്ഞുപോയി. ആ പൂച്ചക്കുട്ടിയുടെ എന്തൊരു ദുഷ്ടതയാണിതൊക്കെ. എന്ത് കാര്യമുണ്ട്. ഒരു കോളുണ്ട്, ഞാനിതിലേക്ക് വരുന്നു. ഹലോ. കുഞ്ഞിമംഗലം പറയൂ. എന്താ കുഞ്ഞിമംഗലംകാരൻ? 1996 ശരി. ജനുവരി 26. സമയം രാവിലെ 5:55 AM. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം എന്താണ്?
വിദ്യാഭ്യാസം കഴിഞ്ഞിപ്പോ ഓ MSc കഴിഞ്ഞു ഇപ്പൊ നെറ്റ് കോച്ചിങ്ങിന് പോകുന്നുണ്ട് ഇപ്പം ഇതല്ലേ. അതെ, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നല്ല മൊത്തത്തിൽ വിവാഹത്തിന്റെ വിവാഹം ഇപ്പം നടക്കുന്നത് ബുധൻ്റെ ദശ, പിന്നെ എന്താണ് ഒരു വയസ്സ്, അതിന് 7 വയസ്സ്, 7 14 ശുക്രദശയാണ്. ആ ശുക്രദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് ഇപ്പം നടക്കുന്നത്. അത് തുടങ്ങിയിട്ട് 2 മാസം 1.5 മാസമായി. ഇനി അങ്ങോട്ടേക്ക് കല്യാണ സമയം തന്നെയാണ്. ശുക്രദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം, വ്യാഴൻ ലഗ്നാധിപനാണ്. ആ ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നുകൊണ്ട് 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് യോയോ ഭാവസ്വാമി ദുഷ്ടോയുദേവ എന്നൊരു പ്രമാണമുണ്ട്. സൗമ്യരേവം തസ്യ അസ്യാഭിവൃദ്ധി പാപൈരേവം തസ്യ ഭാവസ്യ ഹാനിർ എന്നൊരു പ്രമാണമുണ്ട്. ഈ സ്വാമി എന്ന് പറയുന്നത് ലഗ്നാധിപനെയും 9ാം ഭാവാധിപനെയുമാണ്. അപ്പോൾ ഇവിടെ ലഗ്നാധിപനായ വ്യാഴം 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിവാഹം നടക്കുന്ന സമയം തന്നെയാണിത്. ഏത് സമയവും നല്ല ആലോചന വരാം, നല്ല മംഗളമായിട്ട് വിവാഹം നടക്കുകയും ചെയ്യും. ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പീരീഡിൽ അതിനും ഏറ്റവും നല്ലതാണ്. പിന്നെ മൊത്തം ഉള്ള ലോകത്തിനെ ബാധിച്ചിരിക്കുന്ന സംഭവം അതെല്ലാവരെയും ബാധിക്കുന്നുണ്ട്. പുതിയ ജോലിയിലൊക്കെ ആൾക്കാരെ എടുക്കുമ്പോഴൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ അന്തരീക്ഷം മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത മാർച്ചിന് ശേഷം മാറ്റം വരും. അതുവരെ അതിനുശേഷം ഇവർക്ക് നല്ല സമയം ഉണ്ടല്ലോ. പിന്നെയും 1.5 കൊല്ലത്തോളം പിന്നെയും നല്ല സമയം ഉണ്ട്. ആ സമയത്ത് ജോലിയൊക്കെ കിട്ടിപ്പോവും. അതെ അതെ, അതങ്ങനെ അതിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. കല്യാണം ഈ ആലോചന പെട്ടെന്ന് തന്നെ വരും. അത് ഇനി ഇതിനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈ ഡിസംബർ കഴിഞ്ഞാൽ കല്യാണം എന്തായാലും ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും നിങ്ങൾക്ക് വേണ്ടതില്ല. എല്ലാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിന് മൊത്തം വന്നിരിക്കുന്ന പ്രശ്നത്തിൻ്റെ മുകളിൽ ഇപ്പം നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതല്ലാതെ മറ്റ് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മകൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഞാനിവിടെ കാണുന്നില്ല. എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും സാമ്പത്തികമായ ഉന്നമനവും ഭർത്താവിനെ കൊണ്ടുള്ള നേട്ടവും സമസ്ത സൗഭാഗ്യങ്ങളും ഉള്ള പെൺകുട്ടിയുടെ ജാതകമാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഭയവും നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, എന്താണ് അതിലെല്ലാം പെട്ടില്ലേ ഞാനീ പറഞ്ഞതിൽ ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ എന്താണ്, നമ്മൾ സമയത്തിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമ്മൾക്ക് പലതും അതിനെ തരണം ചെയ്യാൻ പലപ്പോഴും എളുപ്പമായിരിക്കും. ഉദാഹരണം, തീർത്തും ഒരു സമയം പിഴച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് കൂട്ടുക. ജ്യോതിഷം 2-3 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ഒന്നും കയറരുത്, സാഹസ പ്രവൃത്തികൾക്ക് നിൽക്കരുത്, ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. അതിനൊക്കെ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ. പണ്ട് ആനപ്പുറത്തും കുതിരപ്പുറത്തും കയറരുതാണെങ്കിൽ ഇപ്പം മോട്ടോർ ബൈക്കിൻ്റെ മുകളിലൊന്നും കയറരുത് എന്ന് പറഞ്ഞു കൊടുക്കാം. ആനയും കുതിരയും ഇപ്പോൾ ഇല്ല. പണ്ട് രാജാവും രാജാവിൻ്റെ മോനൊക്കെ ആയിരുന്നു ആനപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ പോയിരുന്നത്. സാധാരണക്കാരന് ഇത് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അതാണ് അതാണ് ഞാൻ പറഞ്ഞത്, ഈ രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ഇത്. അത് പിന്നെ സാധാരണ മനുഷ്യൻ്റെ പേരിലേക്ക് വരുമ്പോൾ നമ്മളത് ഒരുപാട് ജ്യോതിഷിയും ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അതിൽ. അതുകൊണ്ടാണ് വാഷിങ്ടണിൽ ജനിച്ചവനും അട്ടപ്പാടിയിൽ ജനിച്ചവനും ഒരേ ജാതകമാണെങ്കിലും ബലം വ്യത്യാസമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അട്ടപ്പാടിയിൽ ജനിച്ചവൻ ആദിവാസി മൂപ്പനാവുമ്പോൾ വാഷിങ്ടണിലാണ് ജനിച്ചെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റും ആവും. അതാണ് വ്യത്യാസം. യോഗഫലങ്ങളാണ് അനുഭവിക്കുന്നത്. യോഗമുണ്ടെങ്കിലാണ് ആവുക. ഇപ്പം നരേന്ദ്രമോദി തന്നെ പറയുന്നില്ല, അദ്ദേഹം ചായക്കട നടത്തിയ ആളാണ്. എന്തായി? ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായില്ലേ. ജാതകം പരിശോധിച്ചാൽ അജാതി യോഗം ഉണ്ടാവും. അതാണ്. ആ യോഗങ്ങളുണ്ടെങ്കിൽ ചായക്കട നടത്തിയവനും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പറ്റും. അത് മനസ്സിലാക്കണം. അത് യോഗഫലത്തിൻ്റെ ശക്തിയും കൂടി അതിൽ പ്രാധാന്യത്തോടു കൂടിയുണ്ട്. യോഗം ഉണ്ടായാൽ പോലെ ചില യോഗങ്ങളൊന്നും ഫലിക്കില്ല. യോഗം
ഉണ്ടാവുക ആ യോഗത്തിന് അതീവ ശക്തിപ്രദമായ യോഗമായിരിക്കുക, മറ്റ് ഘടകങ്ങളെല്ലാം ഒത്തുവരിക. ഒപ്പം ആ സമയം ആ വ്യക്തിക്ക് കുറച്ച് ഉപാസനയും കൂടി ഉണ്ടെങ്കിൽ അയാളെ കാര്യം പിന്നെ പറയണ്ട. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതൊന്നുമില്ലാത്തവന് ഈ എന്താണ് യോഗവും ഇല്ല, നല്ല ദശയും ഇല്ല, ഒരു പ്രാർത്ഥനയും ഇല്ല, ഒന്നുമില്ല. എപ്പോഴും സൈഡായിട്ട് ഇങ്ങനെ മുട്ടിയിട്ട തേങ്ങ പോലെ എന്ന് പറയും. ഇങ്ങനെ ചില ആളെ കണ്ടിട്ടില്ലേ, മുട്ടിയിട്ട തേങ്ങ ഇങ്ങനെ, അതായത് വിളയാണ്ട് ഇങ്ങനെ ഒരുമാതിരി കുലുക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ തേങ്ങ മാറ്റിയിട്ടേക്കും കച്ചവടക്കാർ. അങ്ങനെയുള്ള പേട്ട് തേങ്ങ, ആ പേട്ട് തേങ്ങയുടെ ഫലമായി പോവും ചില ആളുടെ ജീവിതത്തിൽ. അവരത് മനസ്സിലാക്കുകയില്ല, മരിക്കുന്നവരെ ആ പേടായിട്ട് തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്യും. എന്തിനാ ജനിച്ചതെന്ന് അയാൾക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. അതാ കഥ. അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? പറയൂ. ഹലോ ഹലോ, വേങ്ങാടുന്നാ വിളിക്കുന്നത്. വേങ്ങാട്. പറയൂ, ഡേറ്റ് പറയൂ. പിന്നെ മോളെ കാര്യം അറിയാൻ വേണ്ടിട്ടാ വിളിക്കുന്നത്. ശരി. പിന്നെ ഒക്ടോബർ 5, 1995, അവിട്ട നക്ഷത്രം. കല്യാണം ഒന്നും ശരിയാവുന്നില്ല. സമയം പറയൂ. സമയം പിന്നെ ഉച്ചക്ക് 12:50. ഇന്ന് വിളിച്ച ഒരൊറ്റ മനുഷ്യരും കല്യാണത്തിനല്ലാതെ വേറൊരാളും വിളിച്ചിട്ടില്ല. എന്തൊരു അത്ഭുതം തന്നെ. എല്ലാവർക്കും കല്യാണം ആണ്. ഇതെല്ലാം പിന്നെ പെണ്ണിന് പിന്നെ അത്ര വലിയ പ്രായമൊന്നുമില്ല, 24 വയസ്സ് 9 മാസം. പെൺകുട്ടികളെ അമ്മമാരും അച്ഛന്മാരും വിളിക്കുമ്പം വലിയ കുഴപ്പമില്ല. ആൺകുട്ടികളുടെ അമ്മമാരും മറ്റുള്ളവരൊക്കെ വിളിക്കുമ്പോഴാണ് വളരെ സങ്കടം. 38, 37, 35. ഇതിപ്പോൾ 24 വയസ്സല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും നടക്കുന്നത് ഇപ്പം വ്യാഴത്തിൻ്റെ ദശയാണ്. വ്യാഴദശയിൽ ഇപ്പോൾ നടക്കുന്നത് ബുധൻ്റെ അപഹാരം അടുത്ത ജനുവരി വരെയുണ്ട്. 7ാം ഭാവാധിപനായിട്ട് ഉച്ചരാശിയിൽ നിൽക്കുന്ന, 7ാം ഭാവത്തിൽ അംശകിച്ചിരിക്കുന്ന ശുക്രൻ, ആ ശുക്രൻ ബലവാനാണ്. ആ കല്യാണം അവൻ നടത്തിയിട്ടേ പോവുള്ളൂ. അതായത് ഞാൻ പറയുന്നത് അടുത്ത ജനുവരിക്കുള്ളിൽ നിങ്ങളുടെ മകളുടെ കണ്ടത്തിൽ താലി വീഴും എന്നാണ് ഞാൻ പറയുന്നത്. മോളെന്നല്ലേ പറഞ്ഞത്? അതെ. ജോലിയോ? ജോലിക്കും ഈ സമയം അനുകൂലം തന്നെയാണ്. 10ാം ഭാവത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ബുധനല്ലേ, ഏതെങ്കിലും ജോലിയൊക്കെ ഇപ്പം കിട്ടിപ്പോകേണ്ടതാണ്. എന്തെങ്കിലും പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം മൊത്തത്തിൽ വന്ന തടസ്സമുണ്ട്, ആ തടസ്സത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആലോചന പെട്ടെന്ന് വരും. അതേതായാലും അതിൻ്റെ കാര്യത്തിൽ സംശയം വിചാരിക്കണ്ട. ചിലപ്പോൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഒന്ന് വരാൻ സാധ്യതയുണ്ടാവും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിലവിലും ഒന്ന് പെൻഡിങ് ആയിട്ടുണ്ടോ? ഇല്ല. എന്നാ ഇന്നോ നാളെയോ കൊണ്ട് അതിന്റെ വിവരം കിട്ടും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു സമയത്തിന്റെ ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമയത്തിൻ്റെ വ്യത്യാസം വ്യക്തികൾക്ക് ഏതെല്ലാം തരത്തിൽ ബാധിക്കുമെന്നുള്ളത്. ഇപ്പം വലിയ ചില രാഷ്ട്രീയക്കാരെയൊക്കെ നോക്കും നിങ്ങൾ, ഭയങ്കര ഇമേജിലൊക്കെ നിൽക്കുന്നു, പെട്ടെന്ന് അട്ടിമറിഞ്ഞതുപോലെ അന്തരീക്ഷം മാറുന്നു. എന്തുകൊണ്ടാണ്? സമയത്തിൻ്റെ പിഴവാണ്. സമയം പിഴക്കും. അപ്പോഴാണ് കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിപ്പോകുന്നത്. അങ്ങനെയുള്ള സമയത്താണ്. അതിനെക്കുറിച്ച് ആർക്കും സംശയം വേണ്ടതില്ല. അതിനെ അതുകൊണ്ടാണ് എന്താണ് രാത്രിയിൽ വിളക്ക് കത്തിക്കാത്തവന് വീട്ടിലെ കാര്യം കാണാൻ കഴിയില്ല. അതേപോലെ ജ്യോതിഷം നോക്കാത്തവന് അവൻ്റെ നല്ലതും കെട്ടതും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറയുന്നത്. അവൻ അന്ധകാരത്തിലാണ് എന്ന് ശാസ്ത്രം പറയുന്നു. ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ശാസ്ത്രമാണിത്, യാതൊരു സംശയവുമില്ല. വെള്ളപ്പൊക്കത്തൊക്കെ പറിച്ച് ഒരു ജ്യോത്സ്യം പറിച്ചിട്ട് കേട്ടില്ലേ? പിന്നെ വേറൊരുത്തൻ ഈ കൊല്ലം നിങ്ങൾക്കെല്ലാം നല്ലതാണ്, ലോട്ടറി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ
ഏറ്റവും കൂടുതൽ കളിയാക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പണിയെടുക്കുന്ന ഒരാളാണ് ഞാൻ. ജ്യോതിഷികൾ മുഴുവൻ കളിയാക്കുകയാണ്, ജ്യോതിഷികളെല്ലാം, യാതൊരു സംശയവുമില്ല. അതൊക്കെ അതിൻ്റെ പാട്ടിന് നടക്കട്ടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ 90% ആൾക്കാരും വിശ്വാസികളാണല്ലോ, 10% ടൈം പാസിന് എൻ്റെ മുമ്പിലിരിക്കുന്നുള്ളൂ. അതെന്നോട് ഇതിനിടെ വന്ന ഒരാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ വലിയ ജ്യോതിഷത്തിലൊന്നും വിശ്വാസമില്ല, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കും. അപ്പോൾ അത് എന്തോ ആവട്ടെ, 10% ആൾ അങ്ങനെ ഉണ്ടാവുമെന്ന് കൂട്ടാം. ഒരു 10-20% ഭക്തിപൂർവമുള്ള വർത്തമാനങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം. പക്ഷേ ഭക്തിയുള്ളവർക്ക് ജ്യോതിഷത്തിലും വിശ്വാസം ഉണ്ടാവും. ഇതിൽ തമാശക്ക് കേൾക്കാൻ വേണ്ടി മാത്രം അവരെയും തൃപ്തിപ്പെടുത്താൻ ഞാൻ ഇടയ്ക്ക് മനഃപൂർവ്വം തമാശ പറയുന്നുമുണ്ട്. കാരണം അത് വേണമല്ലോ, അല്ലെങ്കിൽ ഇത് 10-12 കൊല്ലമായില്ലേ, ഇതെല്ലാം പിന്നെ നിന്ന് പോവില്ലേ. നമ്മൾ വില ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, അമ്മിക്ക് കാറ്റ് പിടിച്ച പോലെ ഇരുന്നിട്ട് ഫലം പറഞ്ഞാൽ ആകെ വിഷമായി പോവുമല്ലോ. അപ്പോൾ അതല്ലാതെ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ ഹാസ്യം കലർത്തി പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാവുമെന്നാണല്ലോ. അത് പൊതുവേ അങ്ങനെ തന്നെയാണല്ലോ എല്ലാ വിഷയത്തിലും. അത് പ്രാസംഗികന്മാർ പോലും അങ്ങനെയാണല്ലോ. അവർ ഇടയ്ക്കിടയ്ക്ക് സാക്ഷാൽ ഏറ്റവും വലിയ പ്രാസംഗികനായ സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ട്, അദ്ദേഹം പറയുന്ന തമാശ കേട്ടാൽ ഭയങ്കരമായിട്ട് കത്തി കയറിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് താഴോട്ട് വന്നിട്ടാണ് ജനങ്ങളെ ചിരിപ്പിക്കുക. അങ്ങനെ ചിരിപ്പിച്ചില്ലെങ്കിൽ ആരും അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കാൻ ആർക്കും താല്പര്യവും ഉണ്ടാവില്ല. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ ഞാനും അത് അവലംബിക്കുന്നു. ഏതായാലും ശാസ്ത്രത്തിൻ്റെ സത്യങ്ങളെ വെള്ളം ചേർത്ത് പറയാറില്ല. ശാസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാറില്ല. ചിരിപ്പിക്കുന്ന പണി വേറെ, ശാസ്ത്രത്തിൻ്റെ കാര്യം വേറെ. അപ്പോൾ ശാസ്ത്രം നമ്മൾ അതിൻ്റേതായ രൂപത്തിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഒരു കോളുണ്ട്, ഇതിലേക്ക് വരാം. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എവിടെ? ഓക്കെ, ഉരുവച്ചാൽ. പറയൂ, ഡേറ്റ് പറയൂ. ഡേറ്റ് ആണ് വേണ്ടത്. ഡേറ്റ് പറയൂ. എത്ര? 18/5/2005. പിന്നെ പൂരം നക്ഷത്രം 7:05 രാവിലെ ടൈം. പൂരം നക്ഷത്രം 7:05 ടൈം. ആരുടേതാണ്? മകളാണ്. 18/5/2005 7:05 AM. ഓക്കെ. പൂരം നക്ഷത്രം 15 വയസ്സും 2 മാസം 8 ദിവസം പ്രായം. ഇപ്പം നടക്കുന്നത് രാഹുദശയാണ്. ചന്ദ്രദശ. ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് നടക്കുന്നത്. 2021 ജനുവരി വരെ ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അപഹാരം. ഇപ്പം രാഹു ഇപ്പം SLC കഴിഞ്ഞ് നിൽക്കുന്നതാണോ, SLC ആണോ, എങ്ങനെയാണ്? കഴിഞ്ഞ് നിൽക്കുന്നത്. ഒരുവിധം നന്നായിട്ട് മാർക്ക് കിട്ടിയോ? ഇനി അടുത്ത് ഏതാണ് എടുക്കുന്നത്? +2 ഏതാണ്? ഓക്കെ. ഏതായാലും ഭാവി ശോഭനമായ കുട്ടിയുടെ ജാതകം തന്നെയാണ്. ഇതിപ്പം ഏതായാലും +2 കഴിഞ്ഞിട്ടില്ല, ബാക്കി എന്തും നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ, ഏത് റൂട്ടിലേക്കാണ് പോകേണ്ടതെന്നുള്ളത്. ഇപ്പം +2 ചേർന്ന് കഴിഞ്ഞല്ലോ. ഇപ്പം ചേർന്നോ? ഓക്കെ. ശരി. അത് നടക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷം തീരുമാനിച്ചാൽ മതിയല്ലോ. ഇപ്പോഴേ പിന്നെ അതിനെക്കുറിച്ചൊന്നും പിന്നെ എല്ലാം ഇപ്പോൾ ക്ലാസ്സും ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. ഓൺലൈൻ ക്ലാസ് അല്ലേ. അപ്പോൾ അതേതായാലും കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് തീരുമാനിക്കാം. ഏതായാലും ഈ ജാതകം വെച്ചിട്ട് വേറെ തടസ്സമൊന്നും കാണുന്നില്ല. ഈ ചന്ദ്രദശയിൽ പഠനത്തിനൊന്നും വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ഇനി വരാനുള്ള വ്യാഴത്തിന്റെ അപഹാരമാണ്. എങ്ങനെ?
ഇൻകോട്ടിനെ അറിയുന്ന ഒരാളാണ്. ഇരട്ടിയില് ചൈനീസ് വർക്ക് ചെയ്ത. ഓ അതെല്ലാം നമുക്ക് നേരിട്ട് പറയാം, അന്ന് ഇവിടെ വേണ്ട. ഓക്കെ ഓക്കെ. ഏതായാലും ഈ ചന്ദ്രദശയിൽ വ്യാഴത്തിന്റെ അപഹാരം വരുമ്പോൾ മോള് നന്നായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പിന്നെ ഈ ജ്യോതിഷം നോക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഈ ഇത്തരത്തിൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ കാലത്തിൻ്റെ പിഴവുകൾ മനുഷ്യനെ ബാധിക്കുക എന്നത് ശാസ്ത്രം പഠിച്ചൊരു വ്യക്തിക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ശാസ്ത്രത്തെ ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഫലം പറഞ്ഞു തരിക. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യോഗത്തിൻ്റെ കാര്യങ്ങൾ ആദ്യം നോക്കും. ഒരിക്കലും രക്ഷപ്പെടാതെ ഒരു വ്യക്തിയുടെ ജാതകമാണെങ്കിൽ അയാൾക്ക് ഏത് ദശ കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. ജാതകം തന്നെ, ജാതകത്തിൽ ഉള്ള മോശപ്പെട്ട യോഗങ്ങളുടെ ചില ആൾക്കാരുടെ ജാതകം നോക്കുമ്പോൾ ഈ ജന്മം രക്ഷപ്പെടില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. എന്തെല്ലാം മോശപ്പെട്ട യോഗങ്ങളുണ്ടോ അതൊക്കെ ആ ജാതകത്തിലുണ്ടാവും. സ്വാഭാവികമായിട്ടും ചിലയാളുടെ ജാതകത്തിൽ പിതൃശാപം വരെ വരും. അല്ല, 3 ശാപങ്ങളിൽ ഏറ്റവും പ്രധാനമാണത് പറയുന്നുണ്ട്. ഒന്ന് നാഗശാപം, ഒന്ന് ധർമ്മദൈവത്തിൻ്റെ ശാപം, പിന്നെ പിതൃക്കളുടെ ശാപം. അതുകൊണ്ടാണ് ഈ പിതൃക്കളുടെ ശാപം പരിഹരിച്ചില്ലെങ്കിൽ, അത് ബലി വെച്ച് പരിഹരിച്ചില്ലെങ്കിൽ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. ഈ 3 ശാപങ്ങൾ പ്രധാനമായിട്ട് പറയുന്നു. അപ്പോൾ അതും കൂടി ഈ കൂട്ടത്തിൽ ജാതകദോഷത്തിൻ്റെ കൂടെ അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യൻ ഏത് പ്രവൃത്തിക്ക് പുറപ്പെട്ടാലും വിപരീതമായിരിക്കും അനുഭവങ്ങൾ. അയാളവിടെ എത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ പിന്നെ അയാളെ റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ 100 ആളെ വിളിച്ച് അയാളെ 100 ആളെ വിളിക്കാൻ സർക്കാർ തീരുമാനിക്കും, അയാൾ 101-ആമനായിരിക്കും. അങ്ങനെ ആ ലിസ്റ്റ് കാലഹരണപ്പെട്ടു പോവും. അയാൾ ഗൾഫിലെത്തുമ്പോഴേക്കും വേറെ എന്തെങ്കിലും തടസ്സം വരും. ഗൾഫ് നാളെ പറഞ്ഞു വിടുന്ന നിയമം വരും, അവിടുന്ന് ഇങ്ങോട്ട് പോരും. ഇങ്ങനെയായിരിക്കും അയാൾ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് ആ ജോലിയിൽ ജോയിൻ ചെയ്യേണ്ട തലേന്നായിരിക്കും വാഹന അപകടം. ഇങ്ങനെ മനുഷ്യൻ ചുറ്റിപ്പോകുന്നത്. അത് എനിക്കിതെങ്ങനെയാണ് മനസ്സിലായതെന്ന് പറഞ്ഞാൽ, 22 കൊല്ലം കൊണ്ട് ആയിരക്കണക്കിന് ആളുമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരും പറയുന്ന അനുഭവങ്ങൾ, നിങ്ങൾക്ക് അങ്ങനെയുള്ള പിന്നെ നിങ്ങളുടെ ഓരോ മനുഷ്യർക്കും അവരുടെ പരിചയ വലയത്തിലുള്ള കുറച്ച് പേർ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കും. പക്ഷെ എന്നെപ്പോലെ ഇങ്ങനെ ഇത് പ്രൊഫഷനായി സ്വീകരിച്ചുകൊണ്ട് 10,000-കണക്കിന് ആളോട് സംസാരിക്കുന്നില്ലല്ലോ നിങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ പറയുന്നവനോട് അവൻ്റെ ജാതകം പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള, എന്താ പണ്ടാരോ പറഞ്ഞ പോലെ, കാലം കെട്ടോൻ മുട്ടയടിക്കും വന്ന് കല്ലുമഴ പെയ്യുമെന്ന് പറഞ്ഞ പോലെ ഇവൻ്റെ കാലക്കേട് ആ ജാതകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള ഈ സയൻസിൻ്റെ അകത്ത് മഹർഷിമാർ പറഞ്ഞത് മുഴുവൻ പരമമായ സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അത് അനുഭവത്തിലൂടെ തന്നെയാണ് എത്തിച്ചേരുക. അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ വൃദ്ധജ്യോതിഷ മതം എന്നൊരു ചൊല്ല് തന്നെ വന്നത്. വൃദ്ധന്മാരായ ജ്യോതിഷികളുടെ അഭിപ്രായം അതെന്താണ് അങ്ങനെ പറയുന്നത്? വൃദ്ധനായി കഴിഞ്ഞാൽ, അയാൾ ചെറുപ്പത്തിലെ ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ എന്തായാലും 10,000-കണക്കിന് ആളുകളുടെ ജാതകം അല്ലെങ്കിൽ പ്രശ്നചിന്ത നടത്തിയിട്ടും ഫലം പറഞ്ഞിട്ടും ഒക്കെ അയാൾക്ക് കുറേ അനുഭവങ്ങളുണ്ടാവും. എക്സ്പീരിയൻസ് ഇസ് എ ഗുഡ് ടീച്ചർ എന്ന് ഇംഗ്ലീഷിലുമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അയാൾക്ക് കുറേയും കൂടി ഈ വിഷയത്തിൽ അവഗാഹം നേടാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ പുതിയ എൽബോർഡ് വെച്ച കുട്ടികളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം വരുമെന്ന് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എൽബോർഡുകാരുടെ അടുത്ത് പോകണ്ടെന്ന്, അവർക്ക് ജീവിക്കേണ്ടെന്നല്ല. എൽബോർഡ് വെച്ച പിള്ളേർ, ഡ്രൈവർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുക, നല്ല പ്രാക്ടീസുള്ള എന്നെപ്പോലെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വണ്ടി ഓടിച്ച ഒരു ഡ്രൈവറെ വണ്ടി ഓടിക്കലെന്ന് വലിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ജ്യോതിഷത്തിലും പെട്ടെന്ന് ജ്യോതിഷിയായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റെഡിമെയ്ഡ് ജ്യോത്സ്യന്മാരുണ്ടല്ലോ, ഈ ഗുരുകുല സമ്പ്രദായത്തിലൊന്നും പഠിക്കാതെ
ഏതല്ലോ 4 ബുക്കൊക്കെ വായിച്ച് പിന്നെ കുറച്ച് യൂട്യൂബിൽ നിന്ന് കുറച്ച് ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ജ്യോതിഷം കൊണ്ട് ഇറങ്ങുന്ന കുറേ ആളുകളുണ്ട്. നല്ല വൃത്തിയിൽ ഒരു ബോർഡ് എഴുതിയ, അത് ബോർഡ് എഴുതുകയൊന്നും വേണ്ടല്ലോ ഇപ്പം, നല്ല എല്ലാം ഫ്ലക്സ് ആണല്ലോ. ആ ഫ്ലക്സ് അവിടെ ഒട്ടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങും പരിപാടി. ഒന്നും ഉണ്ടാവില്ല, വലിയ കാര്യമായിട്ടൊന്നും. 12 രാശിയുടെ പേര് പോലും ചിലപ്പോൾ അറിയണമെന്നില്ല. ഇങ്ങനെ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറച്ച് സമൂഹത്തിൽ അംഗീകാരം കിട്ടിയ ആളുകളുടെ അടുത്ത് തന്നെ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ മെല്ലെ മെല്ലെ പതുക്കെ അവരും അങ്ങനെ ആയിത്തീരും, ഇല്ലെന്നല്ല. ഒരു പിന്നെ ഞാനീ പറഞ്ഞ പോലെ പുതുക്കക്കാരനായ ഒരു ജ്യോത്സ്യൻ 2 കൊല്ലം കൊണ്ട് അയാളും മെല്ലെ മെല്ലെ കുറേ ആളുമായിട്ട് സംസാരിച്ചിട്ടും പിടിച്ചിട്ടൊക്കെ അയാളും അങ്ങനെ രക്ഷപ്പെട്ട് വരുമായിരിക്കും. അത് പക്ഷേ ജന്മനാ ഒരു കഴിവും വേണം, അത് വേറെ കാര്യം. അതില്ലാത്തവൻ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനും ആവില്ല. വെറും പിന്നെ എത്ര പഠിച്ചാലും ജന്മനാ ഉണ്ടല്ല ഒരു അങ്ങനെ വരുമ്പം കൊണ്ടുവന്നൊരു കഴിവ് എന്നുണ്ടല്ലോ, ആ ഒരു സംഗതി ജ്യോതിഷത്തിന് ഏറ്റവും പ്രധാനമാണ്. അത്തരം ജ്യോതിഷികളുമായിട്ട് ബന്ധപ്പെടാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഈ കോവിഡ് കാലത്തും അത്തരം ചിന്തകൾ നടത്തുന്നതൊക്കെ നമ്മളെ ഗുണദോഷങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മൾ രോഗത്തിനൊക്കെ കുറിച്ച് മുൻകരുതലെടുക്കാനും അത് നല്ലതാണ്. ഒപ്പം ഈ കാലദോഷത്തിൻ്റെ ഇപ്പം പ്രത്യേകിച്ച് ലോകം മുഴുവൻ വല്ലാതെ ഒരു പ്രത്യേക ലോകക്രമം തന്നെ മാറി വരുമ്പോൾ ഈ സമയത്തിൻ്റെ ദോഷം നമ്മളെ എത്രമാത്രം ബാധിക്കുമെന്ന് അറിയുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെന്നെ വിളിക്കാം. ഞാനും ഇങ്ങനെ ഇപ്പം വലിയ വീട്ടിലൊന്നും ആളെ കേട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിളിച്ചിട്ട് എല്ലാം അന്വേഷിക്കാം. ചെറിയ കുറച്ച് കാശൊക്കെ തന്നു കഴിഞ്ഞാൽ എനിക്കും അരിമേടിക്കണ്ടേ. അതുകൊണ്ട് എന്നെ അരിമേടിക്കാനും സഹായിക്കുക, വിളിച്ച് ഫലം അറിയുക. പണമില്ലാതെ ഒരൊറ്റ ആളും വിളിക്കേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും എന്നെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ ഫലം പറയില്ല. ഒരു ചെറിയ സംശയം, ഒറ്റ വാക്ക്, അത് ഇല്ല, ആ പരിപാടിയില്ല. അതെല്ലാം കൊറോണ കഴിയട്ടെ. സംശയം ചോദിക്കുന്ന ചെറിയ ഒറ്റ വാക്കിൽ സംശയമെല്ലാം നമുക്ക് കൊറോണ കഴിഞ്ഞാൽ, ഈ കൊറോണ കാലത്ത് അതുമില്ല. അതുകൊണ്ട് അതിനൊന്നും വേണ്ടി ആരും മെനക്കെടേണ്ടതില്ല. ഒരു ദൈവം നിങ്ങൾ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. അത് യാതൊരു സംശയവുമില്ലാതെ അടിവരയിട്ടിട്ട് പറയുന്നു. ഒരുപാട് പേര് കഴിഞ്ഞ ആഴ്ച എന്നെ എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. വിളിച്ച് അവർക്ക് എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് അറിയില്ല. ഒരു മനുഷ്യനോട് ചോദിക്കുന്നതിന് കുറച്ചൊരു ഇത് വേണ്ടേ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. എന്തിനാണ് അയാളോട് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? എന്താണ് ചെറിയൊരു പൈസ അയക്കുന്നതിന് ഇത്ര വിഷമം? 2 കിലോ അരിൻ്റെ പൈസ അയക്കുന്നതിന് എന്താണ്? അതിലില്ലാതെ ആരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതില്ലാത്തവർക്ക് ടിവിയുടെ പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ. ടി വി കണ്ടിട്ടല്ലേ എന്നെ വിളിക്കുന്നത്. അതുകൊണ്ട് ആ പറയുന്ന നമ്പറും കൊണ്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരണ്ട. അതുകൊണ്ട് ഈ കൃത്യമായിട്ട് പിന്നെ ഓൺലൈനിൽ ഫലം അറിയേണ്ടവർ പണം അയക്കുക, ഫലമറിയുക, അങ്ങനെ നിങ്ങളെ ഗുണദോഷങ്ങളെപ്പറ്റി മനസ്സിലാക്കുക. ഏതായാലും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയേണ്ടവർക്കും അതേപോലെ പരിഹാരങ്ങൾ ചെയ്യേണ്ടവർക്കും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. മൂകാംബിക ജ്യോതിഷാലയം, എരിഞ്ഞോളിപ്പാലം, തലശ്ശേരി. 9388504419 ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. ഏവർക്കും നന്ദി, നമസ്കാരം.